ഹായ്, നമ്മളിന്ന് വെള്ളം മാറ്റും കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞായിരുന്നു ഇന്ന് വെള്ളം മാറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം മാറ്റുന്നുണ്ട്, മീനൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡംബുകളിൽ കാണിച്ചു തരാം. ഇതിലാക്കിയിട്ടുണ്ട്, ഇത്രയാക്കിയിട്ടുണ്ട്. തിരിച്ച് കോഴിക്കൊണ്ടിരിക്കണം. ഈ മീനൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുകയാണ് ഞാൻ. ഇത് കോരി കളയാനുണ്ട്, ഒന്നുമില്ല. കുറേ ബ്ലഡ് വേംസ് ഉണ്ട്, ഇവിടെ എല്ലാം മാറ്റിയതുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. കാണാൻ വരുന്നുണ്ടോ ശരിക്കും? ശരി, കാണാൻ പറ്റുള്ളൂ അല്ലേ? എന്നിട്ട് പറ കേട്ടോ. പൊക്കി ഇഷ്ടംപോലെ നല്ല ഒരുമിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ പായലേക്ക് ഇങ്ങോട്ട് പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ മീനൊക്കെ നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ബ്രീഡാകാൻ വേണ്ടി. പിന്നെ കുഞ്ഞുങ്ങളുടെ നമ്മൾ ഇന്നലെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളുടെ വെള്ളം ഇന്നലെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് സാൻഡയുടെ കുഞ്ഞുങ്ങൾ വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡംബേറിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാൻഡയുടെ മറ്റേ കുഞ്ഞുങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, രണ്ടാമതുണ്ടായത്. കാരണം വലുതായിട്ടുണ്ടോ കണ്ടാലോ, കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. പിടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ മാറ്റുന്നുണ്ട് നമ്മൾ, സാൻഡയുടെ മാറ്റുന്നുണ്ട്. പിന്നെ കാറ്റ്ഫിഷിനെ മാറ്റുന്നില്ല, കിടന്നോട്ടെ. മൊഴിയില്ലേ, കുഴപ്പമില്ല. കോഴിക്കുഞ്ഞുങ്ങൾ തൊട്ടൊരു ട്രിപ്പുണ്ട് കേട്ടോ. വലിയായിട്ടുണ്ട്, സിംബ വലിയായിട്ടുണ്ട്. എല്ലാം ഓടി വരുന്നുണ്ട്, കയറിന്നു എല്ലാം വലിയായിട്ടുണ്ടോ? അതെ, അയ്യോ അയ്യോ, ഹെൽത്തി ആയിട്ടുണ്ട്. ഞാൻ കുത്തുണ്ടോ? കുത്തുണ്ടോ? ആ, എല്ലാ വേരുള്ളവർ കൂടി വയ്ക്കുന്നുണ്ട്, എല്ലാ വേരുള്ളവർ കൂടി വയ്ക്കുവാണ്. ഇല്ല ഉണ്ട്. ഇപ്പോൾ വെള്ളം മാറ്റാൻ പരിപാടി ഇട്ട് പോട്ടോ. ഇത് ഫോൺ ഒരു കാര്യം പിടിച്ചേക്കാൻ പാടാണ്, എന്നാലും കുഴപ്പമില്ല, ഒരു കളയാം. നിറച്ചും ചെളി പിടിച്ചിരിക്കുന്നുണ്ട് ഇവിടെ, നിറച്ചും പലയിലും ചെളിയായിട്ടുണ്ട്. കഴുകണം, അവിടെ നിന്ന് ചവരി ഇരുന്ന് കഴുകണം. ചവരി എടുത്തോണ്ടായിരുന്നു നമുക്കൊക്കെ, ചകരി വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലമുള്ള ചെളിയൊക്കെ നമ്മൾ തേച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ. വെള്ളം വിട്ട് വൃത്തിയാക്കട്ടെ. പോകുന്നുണ്ട് ഉണ്ടോ? ചാലികയൊക്കെ പിടിച്ച് മൊത്തം കളയ കിടക്കുന്നുണ്ടോ. സൈഡിലും തേച്ച് കഴുകണം. ഇപ്പോൾ നമ്മൾ മൊത്തം വെള്ളം ക്ലീനാക്കി തേക്കാൻ പോകാം കേട്ടോ. നമ്മൾ വെള്ളം കുറച്ച് ചിരിച്ചു അതിനുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മറച്ചിട്ട് കളയാൻ പോകാം കേട്ടോ. വേസ്റ്റ് എന്തോരം വേസ്റ്റാണ് ഒരു സൈഡിൽ കൂടെ ആഴ്ചയുടെ വീട്ടിൽ നിന്ന് മരത്തിൻ്റെ ഇല ചീഞ്ഞ് അതിൻ്റെ പിന്നെ വെട്ടിയിരുന്ന അപ്പിയുടെ എല്ലാത്തിനും വേസ്റ്റ് കളയാം കേട്ടോ. ഒത്തിരി സാധ്യതയുള്ളതാണ്. കുറേ തേച്ച് വെച്ച് കഴുകാത്ത പയ്യെ വെള്ളം ഒഴിച്ച് കഴുകണമെങ്കിൽ കുഴപ്പമില്ല. പയ്യെ വെള്ളം ഒഴിച്ച് കഴുകുവാണ് നമ്മൾ. വെള്ളം ഒഴിച്ച് കഴുകി നേരെയാക്കിയിട്ട് വെള്ളം കുറച്ച് ആകിയിട്ടുണ്ടാകും, കുഴപ്പമില്ല. നമ്മൾ മൈൻഡ് ചെയ്യുക. വെള്ളം കണക്ഷൻ കൊടുത്തിട്ട് ഇങ്ങോട്ട് ആക്കണം. ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ട് കാണാം കേട്ടോ. വെള്ളം കോരി കൊണ്ട് വയ്ക്കേണ്ട അവസ്ഥ വന്നു കഴിച്ചു നമ്മൾക്ക്. എന്താ ജലത്തിൻ്റെ ഫ്ലോ കുറവായതുകൊണ്ട് ഓസ് വലിച്ച് എത്തൂല, എന്താണ് കേട്ടോ. കോരി കൊണ്ട് വയ്ക്കണം. പയ്യെ ഒഴിച്ചോ. ഞാൻ ഇപ്പോൾ ഒഴിച്ച് തീരാണോ എന്തോ, കുറേ സമയം എടുക്കും ഒഴിച്ച് ചെയ്യുമ്പോൾ. വെള്ളം അങ്ങോട്ട് പോയി എടുക്കണം, കാണിച്ചു തരാം. ഇവിടെയാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ. യൂസൊന്ന് ഈ കമ്പൊന്ന് എടുക്കണം. അയ്യോ, ഇതാണ് ക്ലിയർ വെള്ളം. കുറച്ച് നേരം കലക്കവെള്ളം വരും അങ്ങനെ ക്ലിയർ വെള്ളം കേട്ടോ. അപ്പോൾ തോട്ടിനെത്തണം കാണിച്ചുണ്ട്. പഴയ വീട്ടിലേക്ക് കുറേ സമയം നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരെ മരട്ട് കീറി വയ്ക്കുക.
ലാസ്റ്റത്തെ ബക്കറ്റ് ഒഴിച്ചത് അത്യാവശ്യം നോക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ പിന്നെ നമുക്ക് പായലെടുത്ത് ഓരോന്ന് വരുന്ന അങ്ങോട്ട്. ഓക്കെ, പായലെടുത്തിടാം. സോളയും എല്ലായിടത്തും ഇടാം. സോഫ്റ്റ് ടെയിൽ നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ. എന്നുവെച്ചാൽ അടിയിൽ നിറച്ച് പായൽ പിടിച്ച കുറേ സോഫ്റ്റ് ടെയിലുണ്ട്, നമ്മൾ ഇടുന്നില്ല കേട്ടോ. ഈ ടാങ്കിൽ തന്നെ ഇടുവാണ്. പിന്നെ ഇതും ഇടുന്നില്ല നമ്മൾ. ആമ്പൽ നിറച്ച് ചെളി പിടിച്ച് മൊത്തം കുളമായിരിക്കും കേട്ടോ, കൊണ്ടാണ് ഇടാത്ത കേട്ടോ. മീനിൻ്റെ ടെമ്പറേച്ചർ സെറ്റാക്കൊന്നും വേണ്ട, നമ്മൾ സെയിം വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പയ്യെ പിടിച്ചിടാം. ഓക്കെ, ആദ്യത്തെ 2 ഉണ്ടോ വട്ടവട്ടി വട്ടവട്ടി. കൊടുക്കാം. മീനെ കെട്ട് എല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇട്ട് വെള്ളം കളയാം. മീനൊന്നുമില്ല അതിനകത്ത്. എല്ലാം അടിപൊളിയായിട്ട് വെക്കണം കേട്ടോ. ഉണ്ട് മീൻ്റെ എല്ലാം. ഇനി അതും കൂടി മാറ്റണം. വേഗം മാറ്റണം നമുക്ക്. നല്ല രസമുണ്ട് കാണാല്ലേ. എല്ലാം ഇങ്ങോട്ട് ഡംബോ ഈറൊക്കെ വെച്ചിട്ടുണ്ട്. മീനിടാനായിട്ട് ഇവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കാട്ടോ. മീൻ പിടിച്ചിടാം. അത് പായലൊക്കെ എടുത്ത് മാറ്റാം. പായലൊക്കെ നമ്മൾ അടുത്തോട്ട് എടുത്തോണം കേട്ടോ. ഇവിടെ ഉള്ളതൊന്നുമല്ല. വീട്ടാ അങ്ങോട്ട് വരാട്ടോ. പോകത്തോ ഈ അസോളം എത്ര അടിച്ചാലും പോവില്ല, കുഴപ്പം. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ പിടിക്കാതെ പോയി കുഞ്ഞുങ്ങളത് ടാങ്കിലുണ്ട് കേട്ടോ. അത് ഉണ്ടോ മീൻ പിടിക്കാം. ഈ ഒരു 2 കിട്ടുള്ളൂ. ഇതൊക്കെ മൊത്തം പിടിക്കാം. മൊത്തം കഴിഞ്ഞാൽ കുറച്ചുള്ളൂ, 5-6 കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ബ്രീഡായിരിക്കും നമ്മുടെ സാൻഡയുടെ കുഞ്ഞുങ്ങളുണ്ട്. അവിടെയുണ്ട്, അവിടെയുണ്ട് 2 ഏറ്റവും കൂടുതൽ ബ്രീഡായിരിക്കും സാൻഡയുടെ കുഞ്ഞുങ്ങളുണ്ടോ. ഇത് പിടിക്കാം. നമുക്കിതങ്ങനെ തേച്ച് കേട്ടോ. അടി മുറച്ചു പിടിച്ച് കിടപ്പുണ്ടോ, തേച്ചിടാം. സൈഡ് മൊത്തം ഡെഡ് ബോൺസാണ്. അത് പുറത്തിറങ്ങി പിടിച്ച് കഴിഞ്ഞു ഉറപ്പാണ്. ആരും കട്ടുപിടിച്ചിട്ട് പോകുന്നില്ലാണ്ട് ഇറങ്ങാനായിട്ട്. അടിയിൽ അടിപൊളിയായിട്ട് ആരും പിടിക്കുന്നു. ഓ എൻ്റെ പൊന്നെ വെള്ളം നിറയ്ക്കാം. കഴിഞ്ഞിട്ട് കേട്ടോ പാട്ടങ്ങുമ്പോൾ ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട് നമ്മൾ. നോക്കൂ, എനിക്ക് അതുപോലെ നമുക്ക് ജലനിധി എടുത്ത് പാറിൽ നടിച്ച് കഴുകാം കേട്ടോ. ഇതിലൊന്നുമില്ല, എൻ്റെ പൊട്ടിപ്പിടിച്ചെല്ലാം പോട്ടെ, നട്ടിച്ച് കഴുകുക. സൈഡിലുള്ള ചീളുകളൊക്കെ ഇങ്ങനെ പൊക്കോളും. നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ അവിടെ കൊണ്ട് ക്ലീനാക്കാം കേട്ടോ. അവിടെ ക്ലീനാക്കി നമുക്ക് അവിടെ കൊണ്ട് വെക്കാം.
ഒറ്റയ്ക്കുള്ള കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. നമുക്ക് എൻ്റെ കൂടെ നിൽക്കുക എല്ലാവരും. ഒറ്റയ്ക്ക് വെള്ളം മാറ്റി വഴി വിട്ട് വന്നവനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ ഗൈസ്. പാട് കേട്ടിട്ടുണ്ടോ ശരി. നമുക്ക് വെള്ളം പിടിക്കണം. വെള്ളം പിടിക്കുന്ന 2 ബക്കറ്റ് ഉണ്ട്. ഓക്കെ, ആദ്യം തന്നെ വെള്ളം പിടിച്ച് നമുക്ക് 2 ബക്കറ്റ് പിടിക്കാം. ഒഴിക്കണേ. നമുക്കിനി വെള്ളം നിറച്ച് മീനിട്ടിട്ട് കാണാം. ഓക്കെ, ഒക്കെ മാറ്റി ഇത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. മോട്ടർ ഇട്ട് ഇച്ചിരി ആക്കി വെള്ളം ഒഴിച്ചിട്ട് ആക്കി പിടിക്കാനായിട്ട് ഉണ്ടോ. ഇതിവിടെ അടിയിലൊക്കെ ഉണ്ട് മീനൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോ ചാനൽ തുടങ്ങിയുള്ള കാരണം കുറച്ച് താമസിക്കായിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കൂടെ നിൽക്കുക. ഓക്കെ, കമൻറ്റും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണാം.